പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം കേട്ട ഏറ്റവും പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അൻവർ നടത്തിയത്. വിജയൻ മുഖ്യമന്ത്രിയായത് വീട്ടിൽ നിന്നല്ല, പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയത്. പിണറായിയോട് അത്രയും വലിയ വിമർശനം ആരും സമീപകാലത്ത് നടത്തിയിട്ടില്ല. വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രി ആയതല്ല എന്ന് പറയുമ്പോൾ വീട്ടിൽ കയറി കളിക്കരുതെന്ന് പറയുന്ന ആളാണ് മുഖ്യമന്ത്രി. വീട്ടിലുള്ളവരെ പറഞ്ഞാൽ ക്ഷോഭം വരും. പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പാണ് പിണറായിയോട് ഇയാൾ വീട്ടിലെ മുഖ്യമന്ത്രിയല്ല, നാട്ടിലെയാണ്, പാർട്ടിയുടെയാണ്, ഞാൻ പാർട്ടിക്കാരനാണ്, പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് ഏറ്റവും ആക്ഷേപകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി അൻവർ വന്നിരിക്കുന്നത്. അപ്പോൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ ഏറ്റവും സങ്കീർണമായ, ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത, മലയാള മനോരമയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ആളാണ് രാമചന്ദ്രൻ എന്ന മാധ്യമപ്രവർത്തകൻ. അപ്പോൾ അന്നത്തെ പാർട്ടി സമ്മേളനങ്ങളിലെ വിഭാഗീയത BS പിണറായി അല്ലെങ്കിൽ BS CITU, പാലക്കാട് സമ്മേളനമൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഇപ്പോൾ ആരൊക്കെ തമ്മിലാണെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു വിഭാഗീയത പതുക്കെ ഉണ്ടായി വരുന്നുണ്ട്. അത് ഒരു മാപ്പിളലകളെയാണെന്ന് പറയുന്നവരുമുണ്ട്. ഈ സമ്മേളന കാലത്തെ രാഷ്ട്രീയമായി എങ്ങനെയാണ് ഒരുപാട് CPM സമ്മേളനങ്ങൾ കവർ ചെയ്ത രാമേന്ദ്രൻ സാർ കാണുന്നത്? ഞാൻ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കുഴപ്പം പിടിച്ച സമ്മേളനം പാലക്കാട് സംസ്ഥാന സമ്മേളനമായിരുന്നു. CITUവും BS തമ്മിലുള്ള ഭയങ്കരമായിരുന്നു. വെട്ടിനിരത്തിയല്ലോ. ഈ വെട്ടിനിരത്തിയതിൻ്റെ കോടാലിക്കൈ പിണറായി വിജയനായിരുന്നു. അതെ, വെട്ടിനിരത്തി എന്നുള്ള പ്രയോഗം ആ KSKTU പല പാടങ്ങളിലും പോയിട്ട് വാഴ അതൊക്കെ വെട്ടിനിരത്തൽ സമരം, ആ വെട്ടിനിരത്തി എന്നുള്ള പ്രയോഗം ഈ വിഭാഗീയതയിലേക്ക് എടുക്കുന്നത് ഞാനാണ്. പാലക്കാട് സമ്മേളനത്തോടുകൂടി അതിൻ്റെ ഇൻട്രോ ഇങ്ങനെയായിരുന്നു: ഇത്ര പേരെ ഇന്ന വിഭാഗം വെട്ടിനിരത്തി എന്നുള്ളതായിരുന്നു. പിന്നെ അത് പച്ച പിടിച്ച് അങ്ങനെ വെട്ടിനിരത്തി എന്നുള്ളത് ഈ ഭാഷാ പ്രയോഗമായിട്ടും ആദ്യം പാർട്ടി പ്രയോഗമായി മാറി, പിന്നെ ഒരു ഭാഷ അവനെ വെട്ടിനിരത്തി, അതെ എന്നുള്ളത് അങ്ങനെ പച്ച പിടിച്ച് വന്നു. അവിടെ അതിനു മുമ്പ് പക്ഷേ 1990 കോഴിക്കോട് നടന്നിരുന്ന സംസ്ഥാന സമ്മേളനം, അന്ന് CITU മറ്റേ അച്യുതാനന്ദൻ നായനാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തൊട്ട് കാണാൻ പറ്റുന്ന ഗ്രൂപ്പൊന്നും ഇല്ലായിരുന്നു, അറിയില്ലായിരുന്നു, അനുഭവിച്ചറിയാനേ പറ്റുള്ളായിരുന്നു. അതായിരുന്നു അന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ കണ്ടുപിടിക്കുന്നത് പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ചെങ്കൊടി പുതച്ച കലഹം എന്ന് പറഞ്ഞിട്ടൊരു പരമ്പര എഴുതി മനോരമയിൽ. ഒരാഴ്ച 26,000 കോപ്പി സർക്കുലേഷൻ കൂടി ആ സമയത്ത്. അപ്പോൾ അതിനു വേണ്ടി ഓരോ സഖാക്കളോട്, നേതാക്കളോട് സംസാരിക്കുമ്പോഴാണ് ഈ 1990 പത്രം ഞാൻ എടുത്ത് നോക്കിയിരുന്നു. ഏകകണ്ഠമായിരുന്നു തിരഞ്ഞെടുപ്പ്. ഇന്ന് MM ലോറൻസാണ് ബ്രീഫ് ഞാൻ ഏൽപ്പിച്ചിരുന്നത് മാധ്യമപ്രവർത്തകരെ. അപ്പോൾ നായനാർ സെക്രട്ടറി ആകുന്നത് ഏകകണ്ഠമായിരുന്നു എന്ന് ലോറൻസ് പറഞ്ഞിരിക്കുന്നു. പത്രങ്ങൾ അതുപോലെ എടുത്ത് എഴുതിയിട്ട് പോയിരിക്കുന്നു. ഈ പരമ്പര എഴുതുമ്പോൾ അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് നിറച്ചും പ്രശ്നമായിരുന്നു വിഭാഗീയത. ഈ അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ വേണ്ടി, പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് EMS ഒരു തന്ത്രം മെനയാണ്. ഈ CITU ഗ്രൂപ്പ് എന്ന് പറയുന്നത് EMS ആണല്ലോ അതിൻ്റെ നേതൃത്വം. എന്നിട്ട് സംസ്ഥാന സമിതിയുടെ എണ്ണം കൂട്ടുക, 12 പേരെ കൂട്ടുകയാണ്. എന്നിട്ട് ആ കൂട്ടുന്ന സ്ഥാനത്തേക്ക് ഇവരുടെ പക്ഷത്ത് നിന്നുള്ള ആളുകളെ എടുക്കുകയാണ്. അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന്, VB ചെറിയാൻ, EM ശ്രീധരൻ മകൻ, ഇങ്ങനെയുള്ള ആളുകളെ കൂടി എടുത്തിട്ട് അച്യുതാനന്ദനെ തോൽപ്പിക്കുകയാണ്. കാരണം ഇങ്ങോട്ട് ഭൂരിപക്ഷം കൂട്ടിയിട്ട് കോഴിക്കോടാണ് ഭീകരമായിട്ട് ഇത് നടന്നത്. അന്ന് ഇത് വിഭാഗീയതയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല മാധ്യമപ്രവർത്തകർ, ഇരുമ്പുമറയ്ക്കകത്താണ് അന്ന്. പക്ഷെ പാലക്കാടൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ ഒരു പത്രപ്രവർത്തക സുഹൃത്തുണ്ട്. എൻ്റെ കൂടെ മഹാരാജ് കാലം മുതൽ ഉണ്ടായിരുന്ന ആളാണ്, ഹിന്ദുവിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ ഈ 2 പേരായിട്ട് നടക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചിരുന്നു. പ്രതിനിധികൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്പൈ ചെയ്യുക. ഏതെങ്കിലും പത്രപ്രവർത്തകനോട് ഇവർ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ 2ആയിട്ടേ നടക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ 2ആയിട്ട് നടക്കുന്ന സഖാക്കളുണ്ടല്ലോ, അവരിൽ ഒരാളോട് എൻ്റെ സുഹൃത്ത് പോയി സംസാരിക്കും, മറ്റേ ആളോട് ഞാനും സംസാരിക്കും. ഈ 2 പേരെയും ഞങ്ങൾക്ക് പരിചയം ഉണ്ടാവും.
പല പശ്ചാത്തലങ്ങൾ കൊണ്ടുമൊക്കെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ചില രംഗങ്ങൾ പോലും വരുന്നുണ്ട്. രണ്ടുപേരും നമുക്കുണ്ടാവും. അപ്പം നമ്മൾ പേര് വിളിക്കും, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴേക്കും ആ ഘട്ടം കുറച്ച് പുറകിലേക്ക് മാറ്റി മറ്റേയാളോട് ഇങ്ങനെ സംസാരിക്കും. അവസാനം ഇത് ഭീകരമായ വെട്ടിനിരത്തിൽ അവിടെ ഉണ്ടായി. CITU ഗ്രൂപ്പിനെ തറ പറ്റിച്ച് കളഞ്ഞു. എന്നിട്ട് ഈ ഔദ്യോഗിക പാനൽ അവതരിപ്പിക്കുമ്പോൾ അനാരോഗ്യം കൊണ്ട് ഓപരതനെ മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓപരതൻ പ്രൊട്ടസ്റ്റ് ചെയ്തു ഈ മീറ്റിങ്ങിൽ വെച്ചിട്ട്, എനിക്ക് അനാരോഗ്യമൊന്നുമില്ല, എന്നെ എന്തിനാണ് പുറത്താക്കുന്നത്. പക്ഷെ ആ സംഭവം ബാക്കിയെല്ലാം ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭരതൻ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ 2 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയ ശേഷം അറിയുന്നത്. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ AK സെൻറ്ററിൽ പോയി കോടിയേരിയോട്, സഖാവ് ഇങ്ങനെ ഭരതൻ പ്രൊട്ടസ്റ്റ് ചെയ്തു, അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. അന്ന് മുതൽ പിന്നെ ഞാൻ ഈ കോടിയേരിയെ വിശ്വസിക്കാറില്ല. പിന്നെ ഇത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഈ വിവരം തന്നെ ഒരു കൊള്ളാവുന്ന ആളാണ് എന്നോട് പറഞ്ഞിരുന്നത്. അത് റിപ്പോർട്ട് ചെയ്തു, ഈ ഭരതനെ ഇങ്ങനെ ചെയ്തു എന്നും പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഇത് മുമ്പ് പല സമ്മേളനങ്ങളുമൊക്കെ ഇത് നടന്നിട്ടുണ്ട്. ഈ ചെറിയ തിയേറ്ററുകളൊക്കെ ഇല്ലേ, ഓലമേഞ്ഞതുമൊക്കെ. ആലപ്പുഴയിൽ ആദ്യകാലത്ത് അങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ മറ്റേ കുന്തക്കാരൻ പത്രോസ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് നീക്കുന്ന അതൊരു തിയേറ്ററിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനമാണ്. അന്നും ഇതുപോലത്തെ വെട്ടിനിരത്തൽ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അവൈലബിൾ അല്ലല്ലോ. ഈ കുറേയും കൂടിയൊക്കെ പത്രപ്രവർത്തനം മുമ്പോട്ട് പോയ ശേഷമാണ്. അപ്പം ഞാൻ ഇപ്പം നോക്കുമ്പോൾ അതാണല്ലോ സുനിലിൻ്റെ ചോദ്യം. ആ കോഴിക്കോട്ടെ സമ്മേളനം, പിന്നെ മലപ്പുറത്തും നമ്മൾ ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് എനിക്കെതിരെ ആക്രമണം ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിനോട് പരസ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിഭാഗീയത സംസാരിക്കുമ്പോൾ പുതുതായിട്ട് പാർട്ടിയിൽ ചേർന്ന ഒരാൾ വന്നിട്ട് എൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്നത് TV ലൈവായിട്ട് സംപ്രേഷണം ചെയ്ത് വരികയൊക്കെ ചെയ്തിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ വല്ലാതെ കലുഷിതമാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം. കാരണം ഇപ്പോൾ പുറത്ത് തന്നെ കലുഷിതമാണ്. അന്ന് ഇപ്പോൾ പാലക്കാട് സമ്മേളനം നടക്കുമ്പോൾ നമുക്കറിയാം, വിഭാഗീയത പാർട്ടി പിടിക്കാനായിട്ട് ചില സമ്മേളനങ്ങൾ പിടിക്കുന്നുണ്ട്. സമ്മേളനങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക പാനൽ അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ ഔദ്യോഗിക പാനലിനെതിരെ നമ്മൾ ഇന്ന ആളുകൾ മത്സരിക്കണമെന്ന് എതിർച്ചേരി തീരുമാനിച്ചു വന്നിട്ട് മത്സരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ മത്സരിക്കുന്നത് ജനാധിപത്യത്തിന് നല്ല എന്നൊക്കെ. പക്ഷേ മത്സരം വന്നപ്പോൾ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞ് പിന്നെ തെറ്റിദ്ധരുത്തൽ രേഖയിലൊക്കെ പറയുന്ന സംഗതിയിലേക്ക് പോയി. പദവിക്ക് വേണ്ടി മത്സരിക്കുക എന്നുള്ളത് സഖാക്കളൊക്കെ. അത് കഴിഞ്ഞ് ഈ 90-ലെ മറ്റേ കോഴിക്കോട്ടെ സമ്മേളനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ ബസവ പുന്നയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഈ മറ്റേ പിന്നീട് മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ നായനാരും സുശീല ഗോപാലനും തമ്മിലൊരു മത്സരമൊക്കെ നടന്നു ഓർക്കുന്നില്ലേ? അതിനുവേണ്ടി കേന്ദ്രത്തിൽ നിന്ന് വന്ന ആൾ, വി ഹാവ് നോ സജഷൻ ഫ്രം അവർ സൈഡ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് മനസ്സിൽ കിടക്കുന്നത്. ഓർ വി ഹാവ് നോ പ്രപ്പോസൽ ഫ്രം അവർ സൈഡ് എന്ന മറ്റുമാണ് പറഞ്ഞത്. അത് മണ്ടത്തരമായിരുന്നു എന്ന് പിന്നീട് സംഘടനാ രേഖകളിൽ വിലയിരുത്തി. നമ്മളൊരു നിർദ്ദേശം വെക്കണമായിരുന്നു. വെച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2 ചേരികളാവും, വിഭാഗീയത വളരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ കലുഷിതമാണ്, ഭീകരമാം വിധം കലുഷിതമാണ് അന്തരീക്ഷം. പക്ഷെ 2 ഗ്രൂപ്പുകൾ എന്ന് പറയാനില്ല. 2 ഗ്രൂപ്പ് എന്ന് പറയാനില്ലെങ്കിലും ഇത് വലിയ ഡിവിഷനായിട്ട് കിടക്കുന്നത് ഇതിൻ്റെ മുഴുവൻ ഈ ഒന്നിച്ച് എപ്പോഴും നിൽക്കുമായിരുന്നല്ലോ. കണ്ണൂർ ലോബി എന്നും പറയുമായിരുന്നു. അവരിപ്പോൾ അച്യുതാനന്ദനെതിരാണെങ്കിലും ആർക്കെതിരാണെങ്കിലും അവരൊരു ടീമായിട്ട് നിൽക്കുമായിരുന്നു. കണ്ണൂർ സ്പ്ലിറ്റായി. കണ്ണൂരിൽ വലിയൊരു സ്പ്ലിറ്റ് വന്നിരിക്കുന്നു CPM. ആ കണ്ണൂരിലെ സ്പ്ലിറ്റിൻ്റെ ഈ ബഹിർസ്ഫുരണമാണ് ഈ കാണുന്നതൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ അൻവറും അങ്ങനെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം അൻവറിന്
തുറന്ന് പറയാം പരസ്യമായിട്ട്. അദ്ദേഹം പാർട്ടി അംഗമല്ല. പാർട്ടി അംഗമായ ആളുകൾക്ക് അത് പറയാനും പ്രയാസമുണ്ട്. പക്ഷെ അവർക്ക് അദ്ദേഹത്തിനെ ഉപയോഗിക്കാം. അതുകൊണ്ട് അൻവർ ആരുടെയോ മൈക്കാണ്. അൻവറും പി ജയരാജനും വലിയ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള ഏറ്റവും ജയരാജന് പാർട്ടി പിടിക്കാൻ പറ്റുമോ? പ്രയാസമൊക്കെ ആയിരിക്കും. പിന്നെന്തിനാണ്? അതെ, പക്ഷെ ഒരാളിങ്ങനെ പാർട്ടി ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇത് കലക്കണമല്ലോ. ഈ സമ്മേളനം നടക്കുമ്പോൾ ചർച്ച നടക്കും. ചർച്ചയിലാണല്ലോ കുറേ കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നതുമൊക്കെ. ആ ചർച്ചയിൽ പിണറായി വിജയനെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമെങ്കിൽ ഇതൊക്കെ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ തോതിലൊക്കെ അടുത്ത കാലങ്ങളിലൊക്കെ സംസാരം. പിണറായി ആണോ ടാർഗറ്റ്? അപ്പോൾ പാർട്ടി സമ്മേളനം പിണറായിയാണ് ടാർഗറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ പിണറായി ടാർഗറ്റ് ആണെങ്കിൽ പിണറായി വീഴ്ത്താനാണോ തിരുത്താനാണോ? തിരുത്താനൊന്നുമില്ല, വീഴ്ത്താനാണ്. വീഴ്ത്താനുള്ള ശേഷിയുണ്ടോ? ശേഷി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ചില സമയത്ത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സഹാക്കൾ ആ വോട്ടിങ്ങിൻ്റെ സമയമൊക്കെ വരുമ്പോൾ രഹസ്യ വോട്ടെടുപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് സാർ. കാരണം ഇപ്പം പിണറായിയും VS തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ട് നേതാക്കന്മാരപ്പുറത്ത് നിൽപ്പുണ്ട്. അതൊക്കെ ശരിയായി. ഇവിടെ പിണറായിയോട് മത്സരിക്കാൻ ആര്? അത് സുനിലിതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ പോലെ ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന വിധത്തിലല്ല. അതാണ്. മാത്രമല്ല പിണറായിയോട് മത്സരിക്കേണ്ടി വന്ന ഇപ്പുറത്ത് ആര്? ഗോവിന്ദനോ? അതാണ് അതിൻ്റെ പ്രശ്നം. ഗോവിന്ദനും അതുകൊണ്ട് അസംതൃപ്തി കഴിഞ്ഞ ദിവസം പറയാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാനിത് തൃപ്തിപ്പെട്ട് വന്നിട്ടാണോ ഇതൊക്കെ പറയുന്നതെന്ന് അത്രേ പറ്റുള്ളൂ. ഇപ്പുറത്ത് പിണറായിയെ ബീറ്റ് ചെയ്യാൻ പിണറായിയെ പോലെ തലയെടുപ്പുള്ള CPM-ൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് CPM-ൽ പിണറായി അങ്ങ് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിയത് കേട്ടെ, ആര് പകരം മുഖ്യമന്ത്രിയാവും? ഈ ഞാൻ കേട്ടെടുത്തോളം ആ എതിർച്ചേരിക്ക് ശൈലജയെ കൊണ്ടുവരാം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. പക്ഷേ ആദ്യമായി പിണറായി വിജയനെതിരെ ചോദ്യം ചെയ്യപ്പെടുന്നു, വിരൽ ചൂണ്ടുന്നു. അതായത് വീട്ടിൽ നിന്നുള്ള മുഖ്യമന്ത്രിയല്ല, പാർട്ടിയാണ് വിജയനെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നതെന്ന് പറയാൻ പാർലമെൻ്ററി പാർട്ടിയിലെ ഒരു അംഗം MLA, CPM പാർലമെൻ്ററി പാർട്ടി സ്വതന്ത്രനാണെങ്കിലും CPM പാർലമെൻ്ററി പാർട്ടി മെമ്പറാണ്. അതൊരു വലിയ കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സമ്മേളനം കഴിയുമ്പോൾ, എൻ്റെ ഒരു വൈൽഡ് ഗസ്സാണ്, ഞാനും ചെറിയ ഈ ജില്ലാ സമ്മേളനം വരെയൊക്കെ സമ്മേളനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയം സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സമ്മേളനം കഴിയുമ്പോൾ പിണറായിക്ക് ആരോഗ്യവും ശേഷിയും ബാക്കിയുണ്ടെങ്കിൽ പിണറായി അജയ്യനായി തിരിച്ചു വരും, വീണ്ടും ഒരു ടൈം കൂടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എതിർചേരി ആ തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവർ ഒന്നിച്ചു ചേർന്ന് ഒരു പിണറായിയുടെ സ്റ്റേച്ചറുള്ള ഒരു ലീഡറൊന്നും ആ ഭാഗത്ത് ഇല്ല. ആര് സംരക്ഷിക്കും എതിർചേരിയെ? അത് തന്നെ. അവർക്ക് ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ ആണെങ്കിൽ പിണറായി വിജയൻ ഉണ്ട്, നമുക്ക് അങ്ങേരുടെ കൂടെ നിൽക്കാന്ന് പറയും. ഇപ്പുറത്ത് ആരുടെ കൂടെ നിൽക്കും? അതാണ് പറഞ്ഞത്. അപ്പോൾ സമ്മേളനം കഴിയുമ്പോൾ ഊതിക്കാച്ചിയ പൊന്നുപോലെ മിന്നൽ പിണറായി വീണ്ടും വരും. അത് നോക്കണം. പക്ഷെ ചർച്ചകൾ ഒരുപാട് പുറത്തു വരുമല്ലോ ഇത്തവണ. ചർച്ചകൾ CPM-ലെ ചർച്ച എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചർച്ചയാണല്ലോ, ടാർഗറ്റാണ്. ഗ്രൂപ്പ് ചർച്ചയാണല്ലോ. ഗ്രൂപ്പ് ചർച്ച കഴിഞ്ഞിട്ട് ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നോ രണ്ടോ പരമാവധി 2 ആളുകൾ ചർച്ച ചെയ്യും. അതിലൂടെ ഈ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, ഈ ചർച്ചയ്ക്ക് പോകുന്ന ആള് ഗ്രൂപ്പ് ചർച്ചയിൽ തീരുമാനപ്പെട്ട കാര്യമല്ല അവിടെ പോയി പറയാം. പ്രതിനിധിയായിട്ട് അയക്കുന്ന ആള് ചിലപ്പോൾ ചേരി മാറി പറയും, ചർച്ച ചെയ്യാത്ത കാര്യം പറയും. ചർച്ച ചെയ്ത് ആ ഡെലിഗേറ്റ് പോയി അവിടെ ഗ്രൂപ്പ് ചർച്ചയിൽ ഉണ്ടായ ആശയം പറയാതെ പോന്നിട്ടൊക്കെ ഉണ്ട്. അതെ. പിന്നെ കേന്ദ്രത്തിലാണെങ്കിൽ യെച്ചൂരി ആശുപത്രിയിലുമാണ്. അതാണ്. അപ്പോൾ ഭയങ്കരമായൊരു ലീഡർഷിപ്പ് ക്രൈസിസ് ഈ എതിർ ഭാഗത്ത് കിടക്കും. അതാണ്, നേതൃത്വമില്ല. പക്ഷേ ചർച്ച ചെയ്യാനുള്ള ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് കാലാളുമുണ്ട്. അതെ, നയിക്കാൻ ആളില്ല, പടനായകനില്ല. അതെ, പല ഭാഗത്തും ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കാൻ പ്രയാസം. ഗോവിന്ദന് ഒരു പടനായകന്റെ റോളിലേക്ക് വരാൻ ഭയവുമാണ്, വളരെ പേടിയാണ്. അതാണ് തുറന്ന് സംസാരിക്കാതെ. അതാണ്. ഇത് ഞാൻ തൃപ്തിയോടുകൂടിയാണോ പറഞ്ഞ് നീ വയ്ക്കുന്നത്? സത്യത്തിൽ പോലീസും മറ്റേ ആഭ്യന്തര വകുപ്പാണ് ഇത് ചെയ്യേണ്ടത്, പാർട്ടിയല്ല എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. അതെ അതെ. ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ സെക്രട്ടറിക്ക് ഒരു പവർ ഉണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയാണ്. ഇവിടെ ഇത് ഈ അലിഞ്ഞു പോയി.
മുഖ്യമന്ത്രി സെക്രട്ടറി എന്നൊക്കെ ഉള്ളത്. എല്ലാം മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ഏതായാലും സമ്മേളനം ആരംഭിച്ചു. ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. പലയിടത്തും ബ്രാഞ്ച് സമ്മേളനങ്ങൾ പ്രശ്നമാണ്. ചിലയിടത്തൊക്കെ സമ്മേളനം മാറ്റിവെക്കേണ്ടി വന്നു. ഇത് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിന് കൂടുതൽ ചൂടും ചൂരും ഉണ്ടാവും. ഏരിയ സമ്മേളനങ്ങളിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പത്തനംതിട്ടയിൽ അടിയുണ്ടായി. ചില സമ്മേളനങ്ങളിൽ അടിയൊക്കെ ഉണ്ടാവാം. ആ അടി ഇപ്പോഴാണ് അവർ ശരിവെച്ചത്. അതെ അതെ, അന്നേ പറഞ്ഞിരുന്നത് കലുഷിതമായ പത്മകുമാറും. അതെ അതെ, കലുഷിതമായ ഒരു സമ്മേളന കാലമാണ് വരുന്നത്. പുറത്തേക്ക് അധികം വരില്ല. പക്ഷേ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പിണറായി കൂടുതൽ കരുത്തോടെ വരാൻ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമോ? അങ്ങനെ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ഇങ്ങനെ ഒരു ലീഡറില്ല. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.